എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ചരിത്രമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പിന്നെ ഈ വീട്ടമ്മമാർക്കൊന്നും ഇത് കണ്ടു പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യനും ആൻസറും 2 times വായിക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ടെങ്കിലും പഠിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കേരള ചരിത്രത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, വാസ്കോഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് ആരാണ്? വാസ്കോഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് ആരാണ്? അൽവാരിസ് കബ്രാൾ, പെഡ്രോ അൽവാരിസ് കബ്രാൾ ആണ്. അപ്പം അത് ശ്രദ്ധിക്കണം. അതായത് നമുക്ക് എപ്പോഴും അറിയാം, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ 1498 മെയ് 20-നാണ് ആദ്യമായിട്ട് എവിടെ എത്തിയത്? കേരളത്തിൽ എത്തിയത്. 1498 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോഡ ഗാമ ആദ്യമായിട്ട് എത്തിയത്. അപ്പോൾ അത് ഓർത്തിരിക്കാം. വാസ്കോഡ ഗാമയുടെ കാര്യം നമുക്കറിയാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാസ്കോഡ ഗാമയ്ക്ക് ശേഷം എത്തിയത് ആരാണ്? കേരളത്തിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് ആരാണ്? അൽവാരിസ് കബ്രാൾ ആണ്. അടുത്ത ചോദ്യം പോവാം. കിഴക്കൻ ദേശങ്ങളിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജ്യപ്രതിനിധിയായി ഫ്രാൻസിസ്കോ ഡി അൽമേഡ നിയമിക്കപ്പെട്ട വർഷം എന്തായി നിയമിക്കപ്പെട്ടത്? പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജ്യപ്രതിനിധിയായിട്ട് അൽമേഡ നിയമിക്കപ്പെട്ടത് എന്നാണ് 1505-ലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ആരാന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. 1505-ലാണ് നിയമിതനായത്. പിന്നെ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, നീലജല നയം അല്ലെ ഇന്ത്യയിൽ ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡയാണ്. ബ്ലൂ വാട്ടർ പോളിസി, നീല ജലനയം ഇന്ത്യയിൽ ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഏത്? അൽമേഡ. പിന്നെ കണ്ണൂർ കോട്ട നിർമ്മിച്ചത് അല്ലെ 1505-ലാണ്. ഇദ്ദേഹം തിരിച്ചു പോയത് 1509-ലാണ് ഇദ്ദേഹം തിരിച്ചു പോയത്. അപ്പോൾ 1505-ലാണ് നിയമിക്കപ്പെട്ടത്. അടുത്തത്, സങ്കരവാസ സങ്കേതങ്ങൾ നടപ്പാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഓക്കെ. പിന്നെ ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട അത് 1503-ലാണ് നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അൽബുക്കർക്കാണ് കേട്ടോ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? സങ്കരവാസ സങ്കേതങ്ങൾ നടപ്പാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അതും അൽബുക്കർക്കാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് പറയാൻ പറ്റുന്നത്, കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തി അൽബുക്കർക്ക്. പിന്നെ ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ, അതായത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? ഇദ്ദേഹമാണ്, അൽബുക്കർക്കാണ്. അടുത്ത ചോദ്യം, കുഞ്ഞാലി മരക്കാറിലെ എത്രാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത്? അതായത് ഏത്? കുഞ്ഞാലി നമുക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ കുഞ്ഞാലി മരക്കാറിലെ എത്രാമത്തെ ആളെയാണ് അല്ലെങ്കിൽ എത്രാമനെയാണ് എവിടെ വെച്ച്? ഗോവയിൽ വെച്ച് പോർച്ചുഗീസുകാർ വധിച്ചത്? കുഞ്ഞാലി നാലാമനെയാണ്. ആരെയാണ്? കുഞ്ഞാലി നാലാമൻ. ആരാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്? സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നവരെയാണ് കുഞ്ഞാലി മരക്കാർ അല്ലെ. ആ മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിയാണ്. പിന്നെ കുഞ്ഞാലിമാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? പുതുപ്പണം കോട്ടയ്ക്കലാണ് പുതുപ്പണം കോട്ട. അപ്പോൾ ഇവിടെ കുഞ്ഞാലി നാലാമനെയാണ് എന്ത് ചെയ്തത്? ഗോവയിൽ വെച്ച് പോർച്ചുഗീസുകാർ വധിച്ചത്. ഈ കുഞ്ഞാലി നാലാമന്റെ യഥാർത്ഥ നാമം എന്താണ്? കുഞ്ഞാലി മരക്കാർ നാലാമന്റെ യഥാർത്ഥ നാമം എന്താണ്? ഓർത്തു വെക്കണം, മുഹമ്മദ് അലി മരക്കാർ. കുഞ്ഞാലി ഒന്നാമന്റെ യഥാർത്ഥ നാമം എന്താ?
അത് കുട്ടി അഹമ്മദ് അലിയാണ്. കുട്ടി അഹമ്മദ് അലി. 2 കുട്ടി പോക്കർ അലി. മൂന്നാമത്തെ ആരാണ്? പട്ടുമരയ്ക്കാർ അല്ലെങ്കിൽ പടമരയ്ക്കാർ എന്നൊക്കെ അറിയപ്പെടുന്നു. കുഞ്ഞാലി 4-മനാണ് മുഹമ്മദ് അലി മരയ്ക്കാർ. കുഞ്ഞാലി 4-മൻ ആരാണ്? മുഹമ്മദ് അലി. മുഹമ്മദ് അലി മരയ്ക്കാറാണ് കുഞ്ഞാലി 4-മൻ. എന്താണ്? ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചതാരാണ്? കുഞ്ഞാലി മരയ്ക്കാർ 4-മനാണ് കേട്ടോ. കുഞ്ഞാലി മരയ്ക്കാർ 4-മനാണ്. 1600 കുഞ്ഞാലി മരയ്ക്കാർ 4-മനെ പോർച്ചുഗീസുകാർ എവിടെ വെച്ച് വധിച്ചത്? ഗോവയിൽ വെച്ച് വധിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. യൂറോപ്യൻ യുദ്ധസങ്കേതങ്ങളും സമരായുധങ്ങളും ഏത് യൂറോപ്യന്മാരിൽ നിന്നാണ് കേരളീയ രാജാക്കന്മാർ പകർത്തിയത്? ആരിൽ നിന്നാണ്? പോർച്ചുഗീസുകാരിൽ നിന്നാണ്. യൂറോപ്യൻ യുദ്ധസങ്കേതങ്ങളും സമരായുധങ്ങളും ഏത് യൂറോപ്യന്മാരിൽ നിന്നുമാണ് കേരളീയ രാജാക്കന്മാർ പകർത്തിയത്? പോർച്ചുഗീസുകാരിൽ നിന്ന്. ഇനി കൂനൻ കുരിശ് കലാപം നടന്ന വർഷം എന്നാണ് കൂനൻ കുരിശ് കലാപം നടന്നത്? 1653. കൂനൻ കുരിശ് കലാപം നടന്നത് 1653. 1653. ഏത് രാജ്യത്തെ ജനങ്ങളാണ് ഡച്ചുകാർ എന്നറിയപ്പെടുന്നത്? ഏത് രാജ്യത്തെയാണ്? നെതർലൻഡ് അല്ലെങ്കിൽ ഹോളണ്ട് അല്ലേ? നെതർലൻഡ് അല്ലെങ്കിൽ ഹോളണ്ടിലെ ആൾക്കാരാണ് എന്ത്? ഡച്ചുകാർ എന്നറിയപ്പെടുന്നത്. ഡച്ചുകാർ. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് പഠിക്കാം? നമ്മുടെ ആ യൂറോപ്യന്മാരെ പറ്റിയിട്ടുള്ളത് എല്ലാം പഠിക്കുക കേട്ടോ. പിന്നെ കുഞ്ഞാലി മരയ്ക്കാരെ പറ്റിയിട്ട് പഠിക്കണം. ആദ്യം വാസ്കോ ഡ ഗാമ, പിന്നെന്താണ്? അൽമേഡ, അൽബുക്കർക്ക്, അതൊക്കെ പഠിക്കണം. പിന്നെ ഡെൻമാർക്ക്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ആ കാര്യങ്ങളൊക്കെ പഠിക്കാം. ഏത് രാജ്യത്തെ ജനങ്ങളാണ് ഡച്ചുകാർ? ഡച്ചുകാർ എന്നറിയപ്പെട്ടിരുന്നത് നെതർലൻഡ് അല്ലെങ്കിൽ ഹോളണ്ട്. ഇനി രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട്, ഇട്ടി അച്യുതൻ എന്നീ പേരുകൾ ഏത് ഗ്രന്ഥത്തിന്റെ രചനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക് ഭട്ട്, ഇട്ടി അച്യുതൻ എന്നീ പേരുകൾ ഏത് ഗ്രന്ഥത്തിന്റെ രചനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് ആരുടെ സംഭാവനയാണ്? ഡച്ചുകാരുടെ സംഭാവനയാണ് അല്ലേ? ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മലബാറിന്റെ പൂന്തോട്ടം എന്നാണ്. മലബാറിന്റെ പൂന്തോട്ടം. പിന്നെ കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ ഏതാണ്? അതും ഹോർത്തൂസ് മലബാറിക്കസ് ആണ് കേട്ടോ. കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അതിൽ ആകെ 12 വാല്യങ്ങളാണുള്ളത്. എത്ര വാല്യങ്ങളാണുള്ളത്? 12 വാല്യങ്ങൾ. അപ്പോൾ ഈ പേരുകൾ ഓർത്തു വയ്ക്കുക. ഏതൊക്കെയാണ്? രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക് ഭട്ട്, ഇട്ടി അച്യുതൻ. ഇതിൽ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക് ഭട്ട് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. പിന്നെ ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യനാണ് അദ്ദേഹം കേട്ടോ. ഈഴവ വൈദ്യനാണ്. പിന്നെ അതിൽ ചിത്രങ്ങൾ വരച്ചത്, ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് ആരാണ്? മാത്യൂസ് ആണ്. മാത്യൂസ് എന്ന് പറയുന്നത് ഈ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി ബന്ധപ്പെട്ട് കാർമലൈറ്റ് ഒരു സന്യാസിയാണ്. ആര്? മാത്യൂസ് എന്ന് പറയുന്നത്. അതും ഓർത്തിരിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് ആരാണ്? അഡ്മിറൽ വാൻ റീഡ് ആണ്. നേതൃത്വം നൽകിയത് ആരാണ്? അഡ്മിറൽ വാൻ റീഡ് ആണ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഹോർത്തൂസ് മലബാറിക്കസ് ഓടിച്ച് നോക്കണം കേട്ടോ. ഫുള്ളായിട്ടൊന്ന് നോക്കി പോവാം. അടുത്ത ചോദ്യം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്നത് എന്നാണ്? കുളച്ചൽ യുദ്ധം ഇതൊക്കെ എപ്പോഴും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലേ? എന്നാണ് കുളച്ചൽ യുദ്ധം നടന്നത്? 1741 ഓഗസ്റ്റ് 10. 1741 ഓഗസ്റ്റ് 10-നാണ് കുളച്ചൽ യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. ഇവിടെ വെച്ചാണല്ലേ ഡിലനോയ്, അതായത് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു? ഡിലനോയ് ആണ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഡച്ച് സൈന്യാധിപൻ ആരാണ്? ഡിലനോയ് ആണ്. അതും ഓർത്തിരിക്കാം.
ഏത് സന്ധി പ്രകാരമാണ് മൈസൂരിലെ ടിപ്പു സുൽത്താൻ മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകിയത്? ഏത് സന്ധി പ്രകാരമാണ് മൈസൂരിലെ ടിപ്പു സുൽത്താൻ മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകിയത്? ഏത് സന്ധിയാണ് വരുന്നത്? 1792 ശ്രീരംഗപട്ടണം അല്ലെ, 1792 ശ്രീരംഗപട്ടണമാണ്. ശ്രീരംഗപട്ടണം സന്ധിയിലൂടെയാണ്. 1721 നടന്ന ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രാധാന്യം എന്താണ്? 1721 നടന്ന ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രാധാന്യം എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. അങ്ങനെയല്ലേ എപ്പോഴും ചോദിക്കാറത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. ഇത് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ നമുക്ക് ചോദിക്കാം അല്ലേ? എങ്ങനെ? ഇപ്പോൾ ആറ്റിങ്ങൽ കലാപവുമായി റിലേറ്റ് ചെയ്ത് ശരിയായിട്ടുള്ളത് ഏതാണ്? 1721 നടന്നത്. ആദ്യത്തെ സംഘടിത കലാപമാണ്. അപ്പോൾ ആ രീതിയിൽ വേണം ഇതും പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. അങ്ങനെയാണെങ്കിൽ അഞ്ചുതെങ്ങ് കലാപം എന്താണ്? അഞ്ചുതെങ്ങ് കലാപം എന്താണ്? അഞ്ചുതെങ്ങ് കലാപത്തിന്റെ വർഷം 1697. ഓർത്തിരിക്കുക, 1697 അഞ്ചുതെങ്ങ് കലാപം. അത് ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ചുതെങ്ങിൽ വെച്ച് നടന്ന കലാപമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വ്യവസായശാല നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അഞ്ചുതെങ്ങിലൊരു പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ആറ്റിങ്ങൽ റാണി, അതായത് ഉമയമ്മ റാണിയിൽ നിന്നൊരു ലഭിച്ചു. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു? അവിടെ ഒരു കോട്ട കെട്ടാനുള്ള അനുവാദവും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അങ്ങനെ അഞ്ചുതെങ്ങ് കോട്ട ബ്രിട്ടീഷുകാർ 1695 പണിയും ചെയ്തു. ഇനി അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത് 1697 അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താ? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. എന്താണ്? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? അല്ലെ, ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. വർഷം 1721 ഏപ്രിൽ 15. അഞ്ചുതെങ്ങ് 1697 കേട്ടോ, 1697. അടുത്തത്, ഏത് രാജാക്കന്മാരാണ് വഞ്ചി ഭൂപതി എന്നറിയപ്പെടുന്നത്? ഏത് രാജാക്കന്മാരാണ് വഞ്ചി ഭൂപതി എന്നറിയപ്പെടുന്നത്? ആരാണ്? തിരുവിതാംകൂർ അല്ലെ, തിരുവിതാംകൂർ രാജാക്കന്മാരാണ് വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശം ഏതാണ്? തിരുവിതാംകൂറാണ്. വഞ്ചി ഭൂപതി എന്നറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ. 1750 ജനുവരി 3 തിരുവിതാംകൂർ ചരിത്രത്തിലുള്ള പ്രാധാന്യം എന്താണ്? 1750 ജനുവരി 3 എന്താണ്? 1750 ജനുവരി 3 എന്ത് സംഭവിച്ചു? തൃപ്പടിദാനം നടത്തി അല്ലേ? മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയതെന്നാണ്. 1750 ജനുവരി 3 മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തൃപ്പടിദാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം തൃപ്പടിദാനം 1750 ജനുവരി 3. രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ആരാണ്? അത് ധർമ്മരാജിയാണ് അല്ലേ. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് രണ്ടാം തൃപ്പടിദാനം നടത്തിയത്. അത് 1766 കേട്ടോ. ആദ്യത്തേത് 1750 ജനുവരി 3, രണ്ടാമത്തേത് 1766. നിലം പുരയിടങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ 1739 നിയമിച്ചത് ആരെയാണ്? നിലം പുരയിടങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ 1739 നിയമിച്ചത് ആരെയാണ്? പള്ളിയാടി മല്ലൻ ശങ്കരനെയാണ്. മല്ലൻ ശങ്കരൻ ഓർത്തു വെക്കണം കേട്ടോ, മല്ലൻ ശങ്കരൻ. തിരുവിതാംകൂർ ചരിത്രം ആധാരമാക്കി CV രാമൻപിള്ള രചിച്ച നോവൽ ത്രയത്തിലെ കൃതികൾ ഏതെല്ലാമാണ്? നോവൽ ത്രയം അപ്പോൾ 3 അല്ലേ. ഏതൊക്കെയാണ്? CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. ഏതൊക്കെയാണ്? മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ.
അടുത്ത ചോദ്യം, തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ്? ധർമ്മരാജയാണ് അല്ലെ. ധർമ്മരാജ, കിഴവൻ രാജ എന്നൊക്കെ അറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. വർഷം എന്നാന്ന് ചോദിച്ചാൽ അത് 1790 കേട്ടോ. 1790. ഇദ്ദേഹമാണ് രണ്ടാം തൃപ്പടിദാനം നടത്തിയത്. രണ്ടാം തൃപ്പടിദാനം എന്നായിരുന്നു? 1766 അല്ലെ. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ധർമ്മരാജ എന്നറിയപ്പെടുന്നു അല്ലെ. പിന്നെ കിഴവൻ രാജ എന്നറിയപ്പെടുന്നു. ഇദ്ദേഹമാണ് തലസ്ഥാനം മാറ്റിയതും അതോടൊപ്പം തന്നെ രണ്ടാം തൃപ്പടിദാനം നടത്തിയതും. തിരുവിതാംകൂർ ദിവാനായിരുന്ന വലിയ ദിവാൻജി എന്ന് വിളിക്കപ്പെട്ട രാജാ കേശവദാസിന്റെ യഥാർത്ഥ പേര് എന്താണ്? തിരുവിതാംകൂർ ദിവാനായിരുന്ന വലിയ ദിവാൻജി എന്ന് വിളിക്കപ്പെട്ട രാജാ കേശവദാസിന്റെ യഥാർത്ഥ പേരെന്താണ്? കേശവപിള്ള എന്നായിരുന്നു. രാജാ കേശവദാസിന്റെ യഥാർത്ഥ പേരെന്താണ്? കേശവപിള്ള. അടുത്ത ചോദ്യം, ഏത് രാജാവിൻ്റെ ഭരണകാലത്താണ് വേലുത്തമ്പിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ പ്രക്ഷോഭം നടന്നത്? ആരാണ്? ബാലരാമവർമ്മയാണ്. ബാലരാമവർമ്മ. ഓക്കെ. വേലുത്തമ്പി ദളവ ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? കുണ്ടറ വിളംബരം എന്നാണ് നമുക്കറിയാവുന്നതാണ്. 1809 ജനുവരി 11. കുണ്ടറ വിളംബരം 1809 ജനുവരി 11. കലാകാരന്മാരെ ആദരിക്കുന്നതിൽ സ്വാതി തിരുനാൾ പുലർത്തിയ അതീവ താല്പര്യം മുൻനിർത്തി അദ്ദേഹം ഏത് പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നു? ദക്ഷിണഭോജൻ. ഇപ്പൊ ദക്ഷിണഭോജൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാനുള്ള കാരണം എന്താണ്? കലാകാരന്മാരെ ആദരിക്കുന്നതിൽ സ്വാതി തിരുനാൾ പുലർത്തിയ അതീവ താല്പര്യം മുൻനിർത്തിയാണ് അദ്ദേഹത്തെ ദക്ഷിണഭോജൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് ആരാണ്? സ്വാതി തിരുനാളാണ് അല്ലേ. ശുചീന്ദ്രം കൈമുക്ക്, അത് തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്നതിനാണ് ശുചീന്ദ്രം കൈമുക്ക്. അത് നിർത്തലാക്കിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് 1859 വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഇവിടെ തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള, ശ്രദ്ധിക്കണം അല്ലെ, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് വർഷം എന്നാണ്? 1859 വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഉത്രം തിരുനാളാണ്. ഉത്രം തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് 1857 ആലപ്പുഴയിൽ തുറന്നത് ആരുടെ ഭരണകാലത്താണ്? വർഷം നോക്കി, 1857 അല്ലെ. 1857 ആരായിരുന്നു? ഉത്രം തിരുനാൾ. 1857 തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് 1857 ആലപ്പുഴയിൽ തുറന്നത് ആരുടെ ഭരണകാലത്താണ്? ആരുടെ ഭരണകാലത്താണ്? ഉത്രം തിരുനാളിൻ്റെ ഭരണകാലത്താണ്. 1865 പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെ സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ കുടിയാന് അവകാശം സ്ഥിരപ്പെടുത്തി നൽകിയത് ആരാണ്? 1865 പണ്ടാരപ്പാട്ട് വിളംബരത്തിലൂടെ സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ കുടിയാന് അവകാശം സ്ഥിരപ്പെടുത്തി നൽകിയത് ആരാണ്? ആയില്യം തിരുനാളാണ്. ആയില്യം തിരുനാൾ. അപ്പോൾ ഓരോ തിരുവിതാംകൂർ രാജാക്കന്മാരെ പറ്റി പഠിക്കുമ്പോഴും അവരുടെ വർഷങ്ങൾ കറക്റ്റായിട്ട് അല്ലേ പഠിക്കുവാണെങ്കിൽ നമുക്ക് പറയാം 1860 മുതൽ 80 വരെയാണ് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം. അപ്പോൾ ആ സമയത്ത് വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പണ്ടാരപ്പാട്ട വിളംബരം അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കാം. ഇപ്പോൾ പണ്ടാരപ്പാട്ട വിളംബരം ആരുമായിട്ടാണ് ഓർത്തു വയ്ക്കേണ്ടത്? ആയില്യം തിരുനാൾ രാമവർമ്മ. ആയില്യം തിരുനാൾ രാമവർമ്മ. ആരുടെ ഭരണകാലത്താണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ഹരിപ്പാട് വിട്ടു തടങ്കലിൽ കഴിഞ്ഞത്? ആരുടെ ഭരണകാലത്താണ്? അതും ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് കേട്ടോ. ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ആയില്യം തിരുനാളാണ്. അങ്ങനെയും ഓർത്തു വയ്ക്കുക. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാളാണ്.
ഇനി മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച മഹാരാജാവ് ആരാണ്? വിശാഖം തിരുനാളാണ് അല്ലേ? വിശാഖം തിരുനാളാണ്. വിശാഖം തിരുനാളിൻ്റെ കാലഘട്ടം 1880 മുതൽ 85 വരെയാണ്. അദ്ദേഹമാണ് മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. ആരാണ്? ശ്രീ വിശാഖം തിരുനാളാണ്. തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ച രാജാവ് ആരാണ്? വിശാഖം തിരുനാളാണ്. അപ്പം മരച്ചീനി എപ്പോഴും ചോദിക്കാറുള്ളതായിരുന്നു നമ്മുടെ അടുത്തല്ലേ. അപ്പം ആരാണ്? വിശാഖം തിരുനാളാണ്. ഇനി മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? വിശാഖം തിരുനാളായിരുന്നു കേട്ടോ. ശ്രീ വിശാഖം തിരുനാളായിരുന്നു. അദ്ദേഹമാണ് എന്തെഴുതിയത്? എൻ്റെ ഹൃദയ രക്തം കൊണ്ടാണ് എഴുതിയത് എന്ന് വിശേഷിപ്പിച്ച മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയ രക്തം കൊണ്ടാണ് എഴുതിയത് എന്ന് വിശേഷിപ്പിച്ചതും ഇദ്ദേഹമാണ്. അധസ്ഥിത വിഭാഗങ്ങളിലെ ആൺ പെൺ കുട്ടികൾക്ക് സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിച്ചത് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. അധസ്ഥിത വിഭാഗങ്ങളിലെ ആൺ പെൺ കുട്ടികൾക്ക് സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാൾ. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ്. വർഷം നോക്കണം. മലയാളി മെമ്മോറിയൽ 1891, പിന്നെ ഈഴവ മെമ്മോറിയൽ എന്നാണ്? 1896 ആണ്. 1896. ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം എന്നാണ്? 1885 മുതൽ 1924 വരെ. 1885 മുതൽ 1924 വരെയാണ് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം. നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മൾ വിശാഖം തിരുനാളിനെ പഠിച്ചപ്പോൾ പറഞ്ഞു എന്താണ്? മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീ വിശാഖമായിരുന്നു. എന്നാൽ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാളാണ്. ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. അടുത്ത് കുറച്ച് സൂപ്പർ ഫാക്റ്റ് എന്നുള്ള നോക്കാം. 1740 സെപ്റ്റംബറിൽ ഡച്ചുകാർ ഏത് രാജാവുമായി ചെയ്ത ഉടമ്പടിയിലാണ് ക്ഷേത്രങ്ങൾക്കും പശുക്കൾക്കും ഉപദ്രവമുണ്ടാക്കുകയില്ല എന്ന വ്യവസ്ഥ അംഗീകരിച്ചത്? ഏത് രാജാവുമായി ചെയ്ത ഉടമ്പടിയിലാണ് ക്ഷേത്രങ്ങൾക്കും പശുക്കൾക്കും ഉപദ്രവമുണ്ടാക്കുകയില്ല എന്ന വ്യവസ്ഥ അംഗീകരിച്ചത്? ഏതാണ്? വടക്കുംകൂർ. കേരള ചരിത്രരേഖകളിൽ പരന്ത്രീസുകാർ എന്ന് പരാമർശിക്കപ്പെടുന്ന യൂറോപ്യൻ ശക്തി ഏതാണ്? പരന്ത്രീസുകാർ ഫ്രഞ്ചുകാരാണ്. ആരാണ്? ഫ്രഞ്ചുകാർ. വാസ്കോഡ ഗാമ എന്ന സ്ഥലം എവിടെയാണുള്ളത്? ഗോവയിലാണ് അല്ലേ? വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജ്ഞിയായിരുന്ന റാണി സേതു ലക്ഷ്മിബായിയുടെ ജീവിതം ആധാരമാക്കി രചിക്കപ്പെട്ട കൃതി ഏതാണ്? തിരുവിതാംകൂറിലെ അവസാനത്തെ രാജ്ഞിയായിരുന്ന റാണി സേതു ലക്ഷ്മിബായിയുടെ ജീവിതം ആധാരമാക്കി രചിക്കപ്പെട്ട കൃതി ഏതാണ്? അറ്റ് ദി ടേൺ ഓഫ് ദി ടൈഡ്. അടുത്തത് തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി നമുക്ക് നോക്കാം. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. 1810 മുതൽ 1815 വരെയായിരുന്നു കാലഘട്ടം. ആദ്യ വനിതാ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ് അല്ലെ? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. അദ്ദേഹമാണ് ഈ റാണി ഗൗരി ലക്ഷ്മിബായി ആണ് അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി അല്ലേ? അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. അടുത്ത നോക്കി, തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കുന്നതിനായി ആദ്യമായി വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. എന്നാണ്? 1812 ഡിസംബർ 5-നാണ്. 1812 ഡിസംബർ 5-നാണ് അടിമക്കച്ചവടം നിർത്തലാക്കുന്നതിനായിട്ട് വിളംബരം പുറപ്പെടുവിച്ചത്.
സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്ന ഊഴിയം സമ്പ്രദായം അവസാനിപ്പിച്ചതാരാണ്? അത് ഗൗരി പാർവതിബായിയാണ്. ഗൗരി പാർവതിബായിയാണ് ഊഴിയം സമ്പ്രദായം അവസാനിപ്പിച്ചതാരാണ്? ഗൗരി പാർവതിബായിയാണ്. അപ്പം ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടം ഓർത്തു വയ്ക്കുക, 1810 മുതൽ 15 വരെ. അത് കഴിഞ്ഞ് 15 മുതൽ 29 വരെ ആരായിരുന്നു? റാണി ഗൗരി പാർവതിബായിയാണ്. ആദ്യ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി എന്ന് ചോദിച്ചാൽ അതാരാണ്? റാണി ഗൗരി പാർവതിബായിയാണ് കേട്ടോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി ആരായിരുന്നു? റാണി ഗൗരി പാർവതിബായിയാണ്. അടുത്ത ചോദ്യം, ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സ്വാതി തിരുനാൾ എന്ന സിനിമയിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച കന്നഡ നടൻ ആരാണ്? അനന്ത് നാഗാണ് കേട്ടോ. അനന്ത് നാഗ്. ലെനിൻ രാജേന്ദ്രനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സ്വാതി തിരുനാൾ എന്ന സിനിമയിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച കന്നഡ നടൻ അനന്ത് നാഗാണ്. നിവർത്തന പ്രക്ഷോഭണം, ഉത്തരവാദ പ്രക്ഷോഭണം, പുന്നപ്ര വയലാർ സമരം തുടങ്ങിയവ നടന്നത് ആരുടെ ഭരണകാലത്താണ്? ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് ഇത് നടന്നത്? നിവർത്തന പ്രക്ഷോഭം, ഉത്തരവാദ പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം എന്നിവയൊക്കെ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവാരാണ്? കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരി ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ് അല്ലേ. പിന്നെയോ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവും ശ്രീ ചിത്തിര തിരുനാളാണ്. അപ്പോൾ വർഷം ഓർത്തു വയ്ക്കുക. ചിത്തിര തിരുനാളിൻ്റെ വർഷം 1931 മുതൽ 1949 വരെയാണ്. 31 മുതൽ 49 വരെ. പുന്നപ്ര വയലാർ സമരമൊക്കെ 46-ലല്ലേ. അപ്പോൾ ആ വർഷം വച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നതെന്ന്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനു ശേഷം 1949 തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ അവസാനത്തെ മഹാരാജാവായ ശ്രീ ചിത്തിര തിരുനാൾ വഹിച്ച പദവി എന്താണ്? രാജപ്രമുഖൻ എന്ന പദവിയായിരുന്നു കേട്ടോ. സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം 1949 തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ അവസാനത്തെ മഹാരാജാവായ ശ്രീ ചിത്തിര തിരുനാൾ വഹിച്ച പദവി ഏതാണ്? രാജപ്രമുഖൻ. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള നാട് കടത്തപ്പെട്ടപ്പോൾ രാജാവായിരുന്നത് ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു കേട്ടോ. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള നാട് കടത്തപ്പെട്ടപ്പോൾ മഹാരാജാവായിരുന്നത് ശ്രീമൂലം തിരുനാളായിരുന്നു. കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കരണ സംഘടനയായ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം ആരുടേതാണ്? വൈകുണ്ഠസ്വാമിയുടേതാണ്. കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കരണ സംഘടനയാണിത് സമത്വ സമാജം. അത് സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ചാനാർ ലഹളയ്ക്ക് അല്ലെങ്കിൽ മേൽമുണ്ട് സമരം അല്ലെ, ചാനാർ ലഹളയ്ക്ക് പ്രചോദനം നൽകി അല്ലെങ്കിൽ പ്രചോദനം പകർന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അതും വൈകുണ്ഠസ്വാമിയാണ്. ചാനാർ ലഹളയ്ക്ക് പ്രചോദനം പകർന്ന സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമിയാണ്. ആരുടെ ആത്മകഥാപരമായ കാവ്യമാണ് ആത്മാനുതാപം? ആരുടെ ആത്മകഥാപരമായ കാവ്യമാണ് ആത്മാനുതാപം? ആരുടെയാണ്? ചാവറയച്ചൻ്റെയാണ് കേട്ടോ. ആരുടേതാണ്? ചാവറയച്ചൻ്റെയാണ്. ആരുടെ ആത്മകഥാപരമായ കാവ്യമാണ് ആത്മാനുതാപം? ചാവറയച്ചൻ്റെതാണ്. ഇനി തൈക്കാട് അയ്യാഗുരുവിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? സുബ്ബരായൻ. തൈക്കാടയ്യയുടെ യഥാർത്ഥ പേരെന്താണ്? സുബ്ബരായൻ എന്താണ്? അച്ചിപ്പുടവ സമരം, മുക്കൂത്തി സമരം തുടങ്ങിയവ നയിച്ചത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അച്ചിപ്പുടവ സമരം, മുക്കൂത്തി സമരം തുടങ്ങിയവ നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഇനി വേദാധികാര നിരൂപണം എന്ന കൃതി രചിച്ചതാരാണ്? ചട്ടമ്പി സ്വാമികൾ അല്ലെ. വേദാധികാര നിരൂപണം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ഇപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേരള ചരിത്രമായി റിലേറ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ. അപ്പോൾ ആദ്യം എന്താണ്? യൂറോപ്യന്മാരുടെ ആഗമനം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരെ പറ്റി പറഞ്ഞു. പിന്നെ എന്താണ്? ഇങ്ങനെയുള്ള കുറേ എന്താണ് സുബ്ബരായൻ,
തൈക്കാടയ്യ, വൈകുണ്ഠസ്വാമികൾ, അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി, ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ഓരോന്ന് പഠിക്കുമ്പോഴും അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റിയിട്ട് വേണം പഠിക്കാനായിട്ട്. നമ്മളോട് ഇനി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചോദിക്കുന്നത്, വേദാധികാര നിരൂപണം എന്ന കൃതി രചിച്ചത് ആരാണ് എന്ന രീതിയിലായിരിക്കില്ല. അതിന് പകരമായിട്ട് ചട്ടമ്പി സ്വാമിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ശരിയായതേത് അല്ലെങ്കിൽ തന്നേക്കുന്നതിൽ നിന്ന് തെറ്റായതേത് എന്ന രീതിയിലായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ വേണം പഠിക്കാനായിട്ട്. അടുത്ത ചോദ്യം, രവീന്ദ്രനാഥ് ടാഗോർ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം എന്നാണ്. 1922 1922 രവീന്ദ്രനാഥ് ടാഗോറും ശ്രീനാരായണ ഗുരുവും എവിടെയാണ്? ശിവഗിരി. അത് ഓർത്ത് വയ്ക്കണം കേട്ടോ, എവിടെയാണ് എന്നുള്ളത്. ഇനി അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി സമരത്തിൻ്റെ 125-ാം വാർഷികം ആഘോഷിച്ചത് ഏത് വർഷമാണ്? അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി സമരത്തിൻ്റെ 125-ാം വാർഷികം എന്നായിരുന്നു? 2018 ആഘോഷിച്ചത്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. പുരുഷസിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. പുരുഷസിംഹം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. ഇനി 1920 ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ്റേതാണ് ആത്മവിദ്യാസംഘം. വർഷം ഓർത്തുവയ്ക്കുക, 1920. അപ്പോൾ 1920 ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. 1940 40-ാം വയസ്സിൽ വസൂരി ബാധിച്ച് മരണപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? 1940 വസൂരി ബാധിച്ച് മരണപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് KP വള്ളോൻ. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ജയിൽ മോചിതനായ കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ തടവുകാരൻ. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ജയിൽ മോചിതനായ കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ തടവുകാരൻ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ. ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ ആയിരുന്നു. കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ച കൃഷ്ണൻ നമ്പ്യാതിരി ഏത് പേരിലാണ് പ്രസിദ്ധി നേടിയത്? ആരാണ് കൃഷ്ണൻ നമ്പ്യാതിരി? സ്വാമി ആഗമാനന്ദനാണ് അല്ലേ. കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ച കൃഷ്ണൻ നമ്പ്യാതിരി ഏത് പേരിലാണ് പ്രസിദ്ധി നേടിയത്? സ്വാമി ആഗമാനന്ദൻ. കൽപ്പാത്തി ലഹളയുമായി ബന്ധപ്പെട്ട് സാമൂഹിക പോരാളി ആരാണ്? വെങ്കിടാചലം അയ്യർ. ദേവബന്ധു വെങ്കിടാചലം അയ്യറാണ് കൽപ്പാത്തി ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമായ ജനുവരി 2 ഏത് വർഷമാണ് സംസ്ഥാന സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിച്ചത്? അപ്പോൾ ജനുവരി 2 എന്ന് മുതലാണ് പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചത്? 2014 മുതലാണ്. 2014 മുതൽ മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമായ ജനുവരി 2 ഏത് വർഷമാണ് സംസ്ഥാന സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിച്ചത്? 2014. ജാതി വിവേചനത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ സ്വന്തം പേരിനൊപ്പം സമുദായ നാമവും കൂട്ടിച്ചേർത്ത നവോത്ഥാന നായകൻ ആരാണ്? ജാതി വിവേചനത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി സ്വന്തം പേരിനോടൊപ്പം സമുദായ നാമവും കൂട്ടിച്ചേർത്ത നവോത്ഥാന നായകൻ ആരാണ്? ഡോക്ടർ വി വേലുക്കുട്ടി അരയനാണ്. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന കൃതി രചിച്ചത് ആരാണ്? പാമ്പാടി ജോൺ ജോസഫ്. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന കൃതി രചിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. അടുത്ത ചോദ്യം ഞാൻ പറയാട്ടോ, ശ്രദ്ധിക്കുക. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക ഏതാണ്? തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക ഏതാണ്? മിതവാദി. തീയരുടെ ബൈബിൾ എന്നറിയപ്പെട്ട മാസിക ഏതാണ്? മിതവാദിയാണ്.
കൊച്ചിയിലെ ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് കെ.പി. കറുപ്പനാണ് കൊച്ചിയിലെ ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അടിലഹളയുമായി ബന്ധപ്പെട്ട് സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീ കുമാരഗുരുദേവനാണ്. ശ്രീ കുമാരഗുരുദേവനാണ് അടിലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. കേരളത്തിലെ സബർമതി എന്നറിയപ്പെടുന്ന പാലക്കാട്ടെ ശബരി ആശ്രമം ആരംഭിച്ചത് ആരാണ്? കേരളത്തിലെ സബർമതി എന്നറിയപ്പെടുന്ന പാലക്കാട്ടെ ശബരി ആശ്രമം ആരംഭിച്ചത് ആരാണ്? ടി.ആർ. കൃഷ്ണസ്വാമി അയ്യറാണ്. കേരളത്തിലെ സബർമതി എന്നറിയപ്പെടുന്ന പാലക്കാട്ടെ ശബരി ആശ്രമം ആരംഭിച്ചത് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ പദവി വഹിച്ച ഏക മലയാളിയാണ് പട്ടം എ താണുപിള്ള. സംസ്ഥാന മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ പദവി വഹിച്ച ഏക മലയാളി ആരാണ്? പട്ടം എ താണുപിള്ളയാണ്. അടുത്തത് എന്താണ്? സി കേശവന്റെ ആത്മകഥ ഏതാണ്? ജീവിത സമരം. സി കേശവന്റെ ആത്മകഥ ഏതാണ്? ജീവിത സമരം. കഠോരം എന്ന കൃതി രചിച്ചത് മക്തി തങ്ങളാണ്. കഠോരം എന്ന കൃതി രചിച്ചത് മക്തി തങ്ങൾ. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് അല്ലേ. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ്? 1929 വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് 1929. സ്വാമി ആനന്ദതീർത്ഥന്റെ പൂർവാശ്രമത്തിലെ പേരെന്താണ്? ആനന്ദശേണായി എന്നാണ്. സ്വാമി ആനന്ദതീർത്ഥന്റെ പൂർവാശ്രമത്തിലെ പേര് ആനന്ദശേണായി. ജാതി രാക്ഷസ ദഹനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. ജാതി രാക്ഷസ ദഹനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിൻ്റെ തലേ ദിവസം അന്തരിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഡോക്ടർ പൽപു ആണ്. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിൻ്റെ തലേ ദിവസം അന്തരിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപു. തിരുവിതാംകൂറിൽ പൗരാവകാശ ലീഗ് സ്ഥാപിതമായ വർഷം 1919. തിരുവിതാംകൂറിൽ പൗരാവകാശ ലീഗ് സ്ഥാപിതമായതെന്നാണ്? 1919. 1919. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ടി പ്രകാശമാണ്. 1921 ഏപ്രിലാണ്. ശ്രദ്ധിക്കുക, എന്താ പറഞ്ഞത് നമ്മൾ? മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം. ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിലെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ടി പ്രകാശമാണ്. എന്നാണ്? 1921 ഏപ്രിൽ. 1921 ഏപ്രിലാണ്. മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ്? മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ. മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രമാണ് പയ്യന്നൂർ. 1924 മാർച്ച് 30 ആരംഭിച്ച വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? എത്ര ദിവസം? 603 ദിവസമാണ് കേട്ടോ. 1924 മാർച്ച് 30 ആരംഭിച്ചത്. എത്ര ദിവസമാണ് നീണ്ടുനിന്നത്? 603 ദിവസം. സത്യാഗ്രഹ കാലത്ത് ഗാന്ധിജി വൈക്കത്തെത്തിയത് എന്നാണ്? സത്യാഗ്രഹ കാലത്ത് എന്നാണ് ഗാന്ധിജി വൈക്കത്തെത്തിയത്? 1925 മാർച്ച് 9. 1925 മാർച്ച് 9 ഗാന്ധിജി വൈക്കത്തെത്തിയത്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ്? അത് 1931 നവംബർ 1. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് കെ കേളപ്പൻ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചതെന്നാണ്? 32 സെപ്റ്റംബർ 22. 1932 സെപ്റ്റംബർ 22 ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത്
കെ കേളപ്പൻ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്? ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടത്തിയ കോഴഞ്ചേരി പ്രസംഗത്തിന്റെ പേരിലാണ്, ആരാണ് കോഴഞ്ചേരി പ്രസംഗവുമായി റിലേറ്റ് ചെയ്ത്? സി കേശവൻ അല്ലേ? സി കേശവന് രാജ്യദ്രോഹ കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുവദിച്ചത് ഏത് പ്രക്ഷോഭമാണ്? നിവർത്തന പ്രക്ഷോഭം അല്ലേ? ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടത്തിയ കോഴഞ്ചേരി പ്രസംഗത്തിന്റെ പേരിലാണ് സി കേശവൻ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചത്? നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതെന്നാണ്? 1938. തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യർക്കെതിരെ വധശ്രമം നടന്നതെന്നാണ്? 1947 ജൂലൈ 25. തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യർക്കെതിരെ വധശ്രമം നടന്നത് 1947 ജൂലൈ 25. ഏത് ദിവാന്റെ ഭരണകാലത്താണ് കൊച്ചിയിൽ വൈദ്യുതി സമരം നടന്നത്? ഏത് ദിവാന്റെ ഭരണകാലത്താണ്? RK ഷൺമുഖം ചെട്ടി. RK ഷൺമുഖം ചെട്ടിയുടെ ഭരണകാലത്താണ് വൈദ്യുതി സമരം, കൊച്ചിയിൽ വൈദ്യുതി സമരം നടന്നത്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ട വർഷം എന്നാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ടതെന്നാണ്? 1941. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ടത് 1941. 1946 ജൂലൈ 29 കൊച്ചിയിൽ ഏത് ദിനമായാണ് ആചരിച്ചത്? ഉത്തരവാദ ഭരണദിനം. ഏത് ദിനമാണ്? ഉത്തരവാദ ഭരണദിനം. ഉത്തരവാദ ഭരണദിനമായിട്ട് ആചരിച്ചതെന്നാണ്? 1946 ജൂലൈ 29. 1946 ജൂലൈ 29 കൊച്ചിയിൽ ഏത് ദിനമായാണ് ആചരിച്ചത്? ഉത്തരവാദ ഭരണദിനം. 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് കെ കേളപ്പനാണ്. 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് കെ കേളപ്പൻ. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു? തിരുക്കൊച്ചി ആരായിരുന്നു? പറവൂർ TK നാരായണപിള്ള അല്ലേ? പറവൂർ TK നാരായണപിള്ളയാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി. അങ്ങനെയാണെങ്കിൽ തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാണ്? പനമ്പിള്ളി ഗോവിന്ദമേനോനായിരുന്നു. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഐക്യ കേരള പ്രതിജ്ഞയായ മൂന്നായി മുറിഞ്ഞു കിടക്കുമീ കേരളം എന്ന് തുടങ്ങുന്ന വരികൾ രചിച്ചതാരാണ്? NB കൃഷ്ണവാര്യരാണ് കേട്ടോ. NB കൃഷ്ണവാര്യരാണ് ഐക്യ കേരള പ്രതിജ്ഞയായ മൂന്നായി മുറിഞ്ഞു കിടക്കുമീ കേരളം എന്ന് തുടങ്ങുന്ന വരികൾ രചിച്ചത് NB കൃഷ്ണവാര്യർ. 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വരുമ്പോൾ എത്ര ജില്ലകളാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്? 5 ജില്ലകൾ. 56 നവംബർ 1 എത്ര ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്? 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. ഐക്യ കേരളത്തിനായി നിലകൊണ്ടതിനാൽ ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെട്ടിരുന്ന കൊച്ചി രാജാവാരാണ്? കേരളവർമ്മ ഏഴാമനാണ്. കേരളവർമ്മ ഏഴാമനാണ് ഐക്യ കേരളത്തിനായി നിലകൊണ്ടതിനാൽ ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെട്ടിരുന്ന കൊച്ചി രാജാവാരായിരുന്നു? കേരളവർമ്മ ഏഴാമനായിരുന്നു. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ കൊച്ചിയിൽ രാജാവായിരുന്നത് രാമവർമ്മയായിരുന്നു. പരീക്ഷത്ത് തമ്പുരാനായിരുന്നു തിരുക്കൊച്ചി സംസ്ഥാനം രൂപവൽക്കരിക്കുമ്പോൾ കൊച്ചിയിലെ രാജാവ്. കേരളം മലയാളികളുടെ മാതൃഭൂമി, 1.25 കോടി മലയാളികൾ എന്നീ പുസ്തകങ്ങൾ രചിച്ചതാരാണ്? EMS ആണ് അല്ലേ? EMSന്റെ ബുക്കുകളാണ്. EMS നമ്പൂതിരിപ്പാടാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി, 1.25 കോടി മലയാളികൾ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് EMS നമ്പൂതിരിപ്പാട്. കേരള നിയമസഭയിലേക്കുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? കേരള നിയമസഭയിലേക്കുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയാണ്. 57 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ. പ്രഥമ കേരള നിയമസഭയിൽ എത്ര വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 6 വനിതാ അംഗങ്ങളാണ്. പ്രഥമ കേരള നിയമസഭയിൽ 6 വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്.
കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി ആരാണ്? കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി ആരാണ്? മഞ്ചേശ്വരത്ത് നിന്നുള്ള എം ഉമേഷ് റാവു കേട്ടോ. എം ഉമേഷ് റാവു ആണ് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി. കേരള ചരിത്രമായിട്ട് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസേ ഉള്ളൂ, നമുക്കതും കൂടി നോക്കാം. അതിന് മുമ്പ് ഇവിടെ ഒരു ബോക്സിൽ സൂപ്പർ ഫാക്റ്റ് എന്താണ്? SNDP യോഗത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ധർമ്മഭട സംഘം രൂപീകരിച്ചത് ആരാണ്? TK മാധവനാണ്. ധർമ്മഭട സംഘം രൂപീകരിച്ചത് TK മാധവൻ. 1931 മെയ് 5 വടകരയിൽ ചേർന്ന 5ാമത് അഖില കേരള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? JM സെൻഗുപ്തയാണ്. 1931 മെയ് 5 എവിടെയാണ് നമ്മൾ ചേർന്നത്? വടകര അല്ലേ. 1931 മെയ് 5 വടകരയിൽ ചേർന്ന 5ാമത് അഖില കേരള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? JM സെൻഗുപ്തയാണ്. JM സെൻഗുപ്ത. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന രഹസ്യ പത്രികയുടെ പേരെന്താണ്? സ്വതന്ത്ര ഭാരതം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന രഹസ്യ പത്രികയുടെ പേരാണ് സ്വതന്ത്ര ഭാരതം. സ്വതന്ത്ര ഭാരതം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കണം കേട്ടോ, ചോദ്യം ഞാൻ വായിക്കാം. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? PT ചാക്കോയാണ്. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. ഏത് സമരത്തെ തുടർന്നാണ് പ്രഥമ കേരള മന്ത്രിസഭ 1959 ജൂലൈ 31 പിരിച്ചുവിട്ടത്? ആ വർഷം ഓർത്തു വെക്കണം, 59 ജൂലൈ 31 അല്ലേ. വിമോചന സമരമാണ്. വിമോചന സമരം. ഏത് സമരത്തെ തുടർന്നാണ് പ്രഥമ കേരള മന്ത്രിസഭ 1959 ജൂലൈ 31 പിരിച്ചുവിട്ടത്? വിമോചന സമരം. വിമോചന സമരം എന്ന പേരിന്റെ ഉപജ്ഞാതാവ് ആരാണ്? പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. വിമോചന സമരം എന്ന പേരിന്റെ ഉപജ്ഞാതാവ് പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. പ്രഥമ കേരള മന്ത്രിസഭ പിരിച്ചുവിടുമ്പോൾ സംസ്ഥാന ഗവർണർ പദവി വഹിച്ചിരുന്നത് ആരായിരുന്നു? B രാമകൃഷ്ണ റാവു ആണ്. B രാമകൃഷ്ണ റാവു ആയിരുന്നു പ്രഥമ കേരള മന്ത്രിസഭ പിരിച്ചുവിടുമ്പോൾ സംസ്ഥാന ഗവർണർ പദവി വഹിച്ചിരുന്നത്. കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള അല്ലെ. കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? പട്ടം താണുപിള്ള. ഏത് രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് എന്ന നിലയിലാണ് പട്ടം താണുപിള്ള കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നീ കക്ഷികളുടെ പിന്തുണയോടെ സംസ്ഥാന മുഖ്യമന്ത്രിയായത്? PSP പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി കേട്ടോ. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. അതായത് ആ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് എന്ന നിലയിലാണ് പട്ടം താണുപിള്ള കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നീ കക്ഷികളുടെ പിന്തുണയോടെ സംസ്ഥാന മുഖ്യമന്ത്രിയായത്. കേരളത്തിന്റെ ആദ്യത്തെ കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി R ശങ്കറാണ്. അദ്ദേഹം സംസ്ഥാനത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു? 3ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. ആദ്യത്തെ കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി, കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി R ശങ്കർ. 1961 ജൂൺ മാസത്തിൽ ഇടുക്കിയിലെ അമരാവതിയിൽ 11 ദിവസം നീണ്ട സത്യാഗ്രഹം നടത്തിയതാരാണ്? AK ഗോപാലനാണ്. 1961 ജൂൺ മാസത്തിൽ ഇടുക്കിയിലെ അമരാവതിയിൽ 11 ദിവസം നീണ്ട സത്യാഗ്രഹം നടത്തിയത് AK ഗോപാലൻ. 1970 ജനുവരി 1 കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നിലവിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്നത് ആരാണ്? C അച്യുതമേനോനാണ്. ആരാണ്? C അച്യുതമേനോൻ. ഇപ്പം നമ്മൾ പഠിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിമാർ ആ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു, ആ രീതിയിൽ ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ എന്താണ് സത്യാഗ്രഹങ്ങൾ അല്ലേ. അപ്പോൾ അത് ഇപ്പോൾ മലബാർ കലാപം, പിന്നെ ചാന്നാർ ലഹള, അങ്ങനെ ഉണ്ടായ പ്രക്ഷോഭങ്ങളെ പറ്റിയിട്ട് പഠിക്കുക. പിന്നെ മുഖ്യമന്ത്രിമാർ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഇപ്പോൾ EMSൻ്റെ ഒക്കെ ആയാലും ബുക്കുകളൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് ബുക്കുകൾ എന്ന രീതിയിലുള്ളതൊക്കെ പഠിക്കണം. അടുത്ത ചോദ്യം എന്താണ്? 1972 ലക്ഷം വീട് പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാന മന്ത്രി ആരാണ്? MN ഗോവിന്ദൻ നായരാണ്. ലക്ഷം വീട് പദ്ധതി 1972. 1972 ലക്ഷം വീട് പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാന മന്ത്രിയാണ് MN ഗോവിന്ദൻ നായർ.
പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണറാണ് സിക്കന്ദർ ഭക്ത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണർ ആരാണ്? സിക്കന്ദർ ഭക്താണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി വിരമിച്ച ശേഷം സംസ്ഥാന ഗവർണറായ ആദ്യ വ്യക്തിയാണ് പി സദാശിവം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി വിരമിച്ചതിനു ശേഷം സംസ്ഥാന ഗവർണറായ ആദ്യ വ്യക്തി ആരാണ്? പി സദാശിവമാണ്. കേരള പരാമർശമുള്ള ആദ്യത്തെ സംസ്കൃത കൃതി ഏതാണ്? കേരള പരാമർശമുള്ള ആദ്യത്തെ സംസ്കൃത കൃതി ഏതാണ്? ഐതരേയ ആരണ്യകം. ഐതരേയ ആരണ്യകമാണ്. കൗട്ടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ നദിയെ ഏതു പേരിലാണ് പരാമർശിച്ചിട്ടുള്ളത്? ചൂർണി. ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? അല്ലേ, ഏതാണ്? പെരിയാർ. കേരള ചരിത്രത്തെ സംബന്ധിച്ച ഏറ്റവും പ്രമുഖ സംസ്കൃത മഹാകാവ്യമായ മൂഷകവംശത്തിന്റെ രചയിതാവ് ആരാണ്? അതുലൻ. മൂഷകവംശം മിക്കവാറും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ കേരള ചരിത്രത്തെ സംബന്ധിച്ച ഏറ്റവും പ്രമുഖ സംസ്കൃത മഹാകാവ്യമായ മൂഷകവംശത്തിന്റെ രചയിതാവ് അതുലനാണ്. തച്ചോളി പാട്ടുകൾ, പുത്തൂരം പാട്ടുകൾ എന്നിവ ഏത് പാട്ടുകളിൽ പെടുന്നു? അത് വടക്കം പാട്ടാണ് അല്ലേ. വടക്കം പാട്ടിൽ പെടുന്നതാണ് തച്ചോളി പാട്ടുകളും പുത്തൂരം പാട്ടുകളൊക്കെ. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തെ പറ്റി ശ്രദ്ധേയമായ കുറിപ്പുകൾ എഴുതിയ മാഹ്വാൻ. മാഹ്വാൻ എന്ന് പറയുന്നത് ഏത് രാജ്യക്കാരനാണ്? ചൈനക്കാരനാണ് കേട്ടോ. ഏതാണ്? 15-ാം നൂറ്റാണ്ടിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തെ പറ്റി ശ്രദ്ധേയമായ കുറിപ്പുകൾ എഴുതിയ മാഹ്വാൻ ഏത് രാജ്യക്കാരനാണ്? ചൈന. കുറച്ചും കൂടിയുള്ളൂ, നമുക്ക് നോക്കാം. കേരളത്തിലെ മരുമക്കത്തായ സമ്പ്രദായത്തെ പറ്റി പരാമർശിച്ച ആദ്യ വിദേശ ഗ്രന്ഥകാരൻ ആരാണ്? ഫ്രിയാർ ജോർഡാനസ്. കേരളത്തിലെ മരുമക്കത്തായ സമ്പ്രദായത്തെ പറ്റി പരാമർശിച്ച ആദ്യ വിദേശ ഗ്രന്ഥകാരനാണ് ഫ്രിയാർ ജോർഡാനസ്. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധാഹ്വാനം നടത്തിക്കൊണ്ട് ഷൈഖ് സൈനുദ്ദീൻ രചിച്ച ഗ്രന്ഥമേതാണ്? ഷൈഖ് സൈനുദ്ദീൻ രചിച്ച ഗ്രന്ഥം ഏതാണ്? തുഫത്തുൽ മുജാഹിദീൻ. തുഫത്തുൽ മുജാഹിദീൻ ആരുടേതാണ്? സൈനുദ്ദീൻ. ഷെയ്ഖ് സൈനുദ്ദീൻ്റെതാണ് തുഫത്തുൽ മുജാഹിദീൻ. പോരാളികൾക്കുള്ള സമ്മാനം. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ബി നാഗം അയ്യയാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ബി നാഗം അയ്യ. തിരുവിതാംകൂർ ചരിത്രം എന്ന കൃതി രചിച്ചത് പി ശങ്കുണ്ണി മേനോനാണ്. തിരുവിതാംകൂർ ചരിത്രം ആരുടേതാണ്? പി ശങ്കുണ്ണി മേനോൻ. തിരുവിതാംകൂർ ചരിത്രം പി ശങ്കുണ്ണി മേനോൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ ബി നാഗമയ്യ. ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് കേട്ടോ, ശ്രദ്ധിക്കണം. ഇനി കൊച്ചി രാജ്യ ചരിത്രം എന്ന കൃതിയുടെ രചയിതാവാരാണ്? കെ പി പത്മനാഭ മേനോനാണ്. കെ പി പത്മനാഭ മേനോൻ. കൊച്ചി രാജ്യചരിത്രം എന്ന കൃതിയുടെ രചയിതാവ് കെ പി പത്മനാഭ മേനോൻ. 1114 കഥ എന്ന കൃതി രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായ വനിത അക്കാമ ചെറിയാനാണ്. 1114 കഥ എന്ന കൃതി രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായ വനിത ആരാണ്? അക്കാമ ചെറിയാൻ. പുത്തേഴത്ത് രാമൻ മേനോൻ രചിച്ച പ്രസിദ്ധമായ ജീവചരിത്ര കൃതി ഏതാണ്? ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാൻ ജീവചരിത്ര കൃതി രചിച്ചത് പുത്തേഴത്ത് രാമൻ മേനോൻ.